ന്യൂയോർക്കിൽ മഹാഭൂരിപക്ഷത്തോടെ ജയിച്ച മംദാനിയുടെ വിജയത്തിൽ ട്രംപിനെ കുറച്ചൊന്നുമല്ല നിരാശപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൽ ഇന്ത്യക്കാരായ നമുക്കും അഭിമാനിക്കാം. കാരണം അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലും ട്രംപും ചേർന്ന് അമേരിക്കയിൽ ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയാണ് ന്യൂയോർക്ക് എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സിറ്റിയുടെ നേതാവായി, മേയറായി, ഭരണാധികാരിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നതും വളരെ പ്രത്യേകത നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ട്രംപ് നാട് വിട്ടു പോകാനുള്ള തീരുമാനത്തിലാണ്. കാരണം മംദാനിയുടെ വിജയം അദ്ദേഹത്തിന് അത്രമാത്രം അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ന്യൂയോർക്ക് സിറ്റിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇനി ഞാൻ അവിടുന്ന് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കുകയാണ് എന്നാണ്. Where do you live? New York City, but I'm trying to leave because I don't want to live in a communist regime. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി നിലനിൽക്കുന്ന ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഇനി ഞാൻ എങ്ങനെ താമസിക്കുമെന്നാണ് ട്രംപ് ചോദിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കോർപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയോ പോലെയല്ല. ന്യൂയോർക്ക് സിറ്റിയിൽ 80 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ലോകത്തെ സാമ്പത്തിക സിറ്റികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പട്ടണവും കൂടെയാണ് ന്യൂയോർക്ക് സിറ്റി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് ന്യൂയോർക്കിൽ അവതരിപ്പിക്കുന്നത് $100 ബില്യൺ. സാധാരണ പല രാഷ്ട്രങ്ങളുടെയും വാർഷിക ബജറ്റ് പോലും $100 ബില്യൺ ഒക്കെയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ന്യൂയോർക്ക് സിറ്റിക്ക് മാത്രം $100 ബില്യൺ വാർഷിക ബജറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അത്രമാത്രം ശക്തമായ ഒരു പട്ടണമാണ് ന്യൂയോർക്ക് സിറ്റി. യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അദ്ദേഹം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയുള്ള സാമ്പത്തികപരമായ കാര്യങ്ങൾ, അതുപോലെ ഭരണപരമായ കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള അധികാരം അദ്ദേഹത്തിന് ന്യൂയോർക്ക് സിറ്റിയിലുണ്ട്. അതാണിപ്പോൾ ട്രംപിനെ ഇത്രമാത്രം അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. അതല്ല എങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് നാട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങളില്ലല്ലോ. അത്രമാത്രം അദ്ദേഹം വലിയ ആശങ്കയിലാണ്. ഇവിടെ പരാജയപ്പെട്ടത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും പ്രചരണങ്ങളാണ്. അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെതിരെ ഭീതി പരത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ വർഷങ്ങളോളം നീണ്ട പ്രചരണത്തിൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇതിന് സാധാരണ ജനങ്ങളിൽ നിന്നുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭരണകൂടങ്ങൾ ആ നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ രാഷ്ട്രീയ നയങ്ങളെയും വിദേശ നയങ്ങളെയും ഒക്കെ വളച്ചൊടിച്ചു കൊണ്ടുപോകുമ്പോൾ, ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള മാർഗമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ആളുകൾ അധികാരം ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ട്രംപിന്റെ നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെടുന്ന ഒരു ലോകത്ത് നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ, അമേരിക്കയെക്കാൾ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റവും വഞ്ചിക്കപ്പെട്ടവരും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരുമായി മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഇപ്പോഴും അമേരിക്കയിലൊക്കെ യഥാർത്ഥ രീതിയിൽ ഭരണകൂടങ്ങൾക്ക് കൈവെക്കാൻ പറ്റാത്ത രീതിയിൽ സുതാര്യമായ വോട്ടെടുപ്പ് നടക്കുന്നു എന്നത് ആ രാഷ്ട്രത്തിന്റെ അന്തസത്തയും ആ രാഷ്ട്രത്തിന്റെ അന്തസ്സും ലോകത്ത് വിളിച്ചറിയിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെ നയങ്ങൾ ലോകത്ത് വരുത്തിയാലും ജനങ്ങളുടെ പരമാധികാരത്തിൽ കൈവെക്കാൻ ഈ ഭരണകൂടങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.